ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മിയനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മസാല ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഹോട്ടലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഒരു മസാല ദോശ റെഡിയാക്കിയെടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി റൈസാണ്. അതിന് പകരം നിങ്ങൾക്ക് നോർമൽ പച്ചരി എടുത്താലും മതി. ഇനി അതിനുശേഷം വേറൊരു ബൗളിൽ 1/2 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉലുവ. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് നല്ലതായിട്ട് അരിയും അതുപോലെ തന്നെ ഉഴുന്നും കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ രണ്ടും കഴുകിയെടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 4-5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ അരച്ചെടുക്കുന്നത് അരിയാണ് കേട്ടോ. ഇത് ഒറ്റ ട്രിപ്പിൽ തന്നെ മുഴുവനായിട്ട് അരച്ചെടുക്കുകയാണ്. 1.5 കപ്പ് അരിയല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ അരച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിനി ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടില്ലേ, അതും ഇതുപോലെ തന്നെ ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഉഴുന്നും അരച്ചെടുത്തുകൊണ്ട് വന്നു, അതും ഈ മാവിലോട്ട് തന്നെ മിക്സ് ചെയ്തു. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇത് സ്വല്പം മിക്സിയുടെ ജാറും കൂടെ കഴുകി നമുക്ക് ആ വെള്ളം കൂടെ ഒന്ന് ഒഴിക്കാനുണ്ട്. മസാല ദോശയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ ദോശയുടെ ഒരു പരുവത്തിലാണ് ഞാൻ മാവിപ്പം റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അരി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഉഴുന്ന് നമ്മൾ കഴുകിയെടുത്ത വെള്ളമില്ലേ, ആ വെള്ളത്തിൽ അരച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോഴാണ് നമുക്കൊന്നും കൂടെ നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയും അതുപോലെ തന്നെ ഇഡ്ഡലി അരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇത് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് ഇതുപോലെ ഒരു 5 മിനിറ്റ് ഏകദേശം നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഏകദേശം ഒരു 8-9 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ഞാനിത് രാത്രിയിൽ അരച്ച് വെച്ചിട്ട് രാവിലെയാണ് എടുത്തത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, നല്ലതായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇളക്കി കൊടുത്തത് കേട്ടോ. ഉപ്പും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു സ്വല്പം കടുക്, അതുപോലെ തന്നെ ഒരു സ്വല്പം ഉഴുന്ന് പരിപ്പ്, ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം അതൊന്ന് പൊട്ടി വരണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് സ്വല്പം കാഷ്യൂ നട്ട് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതും കൂടെ ആ എണ്ണയിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ സവാളയാണ്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഇനിയൊന്ന് വഴറ്റിയെടുക്കണം. ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്താണ് വഴറ്റിയെടുത്തത് കേട്ടോ. ആ വീഡിയോ പിടിച്ചപ്പോൾ അത് മിസ്സായി പോയതാണ്. ഇപ്പം നമ്മുടെ സവാള നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നമ്മളിവിടെ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് എരിവൊക്കെ കറക്റ്റ് നമ്മൾ ആ പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. ആ ഒരു പച്ചമുളകിൻ്റെ എരിവാണ് നമ്മളിവിടെ ബാലൻസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 മീഡിയം സൈസ് കിഴങ്ങാണ് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതുപോലെ ഉടച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്കത് നല്ലതായിട്ട് ആ മസാലയിലും അതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പം ഡ്രൈ ആയിട്ടല്ലേ അതിരിക്കുന്നത്. ഇനി ഒരു സ്വല്പം ഒരു ഗ്രേവി, ഒരു മയം പോലെ വരണം. അതിനായിട്ടൊരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒത്തിരി ആവരുത്, ലൂസായിട്ട് പോവല്ല, സ്വല്പം വെള്ളം ചേർത്താൽ മതി. ഇപ്പം തന്നെ അതങ്ങ് കുറുകി വരും.
അപ്പോൾ നമ്മുടെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പോൾ അതിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുടാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ തവയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കാണാം ഇതുപോലെ തുള്ളി തുള്ളിയായിട്ട് പോകുന്നത്. അപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ പരത്തി കൊടുക്കാം. ദോശ പരത്തുന്നത് നമ്മൾ മസാല ദോശയ്ക്ക് ഈ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അവർക്കൊരു കപ്പുണ്ട്, ഒരു ചെറിയൊരു കപ്പ് ബൗൾ പോലത്തേത്. അതുകൊണ്ടാണ് അവരതിങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ എക്സ്ട്രാ ഉള്ളതൊക്കെ അവർ ആ കപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ വടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ആ കപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതുപോലെ അതങ്ങ് വടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് വടിച്ചെടുത്താലും മതി. ഇനി നമ്മളതിൻ്റെ മുകളിലായിട്ട് സ്വല്പം നെയ്യ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്യുടെ ടേസ്റ്റൊക്കെ ഒത്തിരി ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. നമ്മൾ ഈ ദോശ തിരിച്ചിടുന്നില്ല കേട്ടോ. തിരിച്ചിടാതെ തന്നെയാണ് മസാല ദോശ റെഡിയാക്കി എടുക്കുന്നത്. അതിൻ്റെ മുകൾ വശം ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് നമ്മുടെ മസാല ഇതുപോലെ വെച്ച് കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം, നടുക്ക് മാത്രമായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മസാല അതിൻ്റെ മുകളിൽ വെച്ചു. ഇനി നമുക്ക് ഒന്നുകിൽ റോള് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ അതിനെ മടക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മസാല ദോശ റെഡി ആയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തേതും അതുപോലെ തന്നെ നമുക്ക് പരത്തിയതിന് ശേഷം മുകളിലത്തെ മാവൊന്ന് വടിച്ചെടുക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അത് ഇനേബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ മസാല ദോശ സെൻറ്ററിൽ മാത്രമാണ് വെച്ചത്. ഇത് നമ്മൾ ഫുള്ളായിട്ട് മസാല ഇതുപോലെ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സൈഡിലും ആ മസാല കിട്ടും. എനിക്ക് ആ സെൻറ്ററിൽ വെക്കുന്നതിനേക്കാട്ടിലും ഒന്നും കൂടെ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ. എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിതിനെ അതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കാം. മസാല ദോശയ്ക്കകത്തെ മസാല നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ആ ദോശ കറക്റ്റ് ഒരു മസാല ദോശയുടെ ഒരു പെർഫെക്റ്റ് രുചിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ മസാല ദോശയും റെഡി ആയിരിക്കുകയാണ്. ഈ രീതിയിൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല മൊരിഞ്ഞ ദോശയാണ്, കഴിക്കുമ്പോഴും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചമ്മന്തിയോ അല്ലെങ്കിൽ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഒന്നുമില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.